ഹായ് ഗൈസ്, നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം. അപ്പം നമ്മൾ കണ്ടിട്ട് ഇപ്പോൾ കുറച്ച് ദിവസമായി. ഞാൻ എപ്പോഴും വിചാരിക്കും കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ചെയ്യണമെന്ന്, പക്ഷേ എന്തോ എനിക്ക് പറ്റാറില്ല. വേറെ ഒന്നുമല്ല, വർക്കും പിന്നെ വീടും അങ്ങനെ എല്ലാവരും ഇങ്ങനെ തന്നെയാണ്. എന്നാൽ പോലും ഞാൻ പുതിയതായിട്ട് വേറൊരു ചെറിയൊരു ഓൺലൈൻ ബിസിനസ്സും കൂടി സൈഡായിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ആക്ച്വലി അത് ഞാൻ ലോഞ്ച് ചെയ്തിട്ടില്ല. ഞാൻ നെക്സ്റ്റ് മന്ത് നാട്ടിൽ പോകുന്നുണ്ട്. നോട്ട് നെക്സ്റ്റ് മന്ത്, ഈ മാസം ലാസ്റ്റ്, അതായത് 27th ജൂണിൽ ഞങ്ങൾ നാട്ടിൽ പോകുന്നുണ്ട്. അപ്പം നാട്ടിൽ പോയിട്ട് വന്നു കഴിഞ്ഞിട്ട് ലോഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇരിക്കുന്നത്. ഞാൻ കുറച്ച് സാമ്പിൾസ് വാങ്ങിച്ചിട്ടുണ്ട്. അപ്പം എൻ്റെ ഫ്രണ്ട്സും പിന്നെ അറിയാവുന്നവരൊക്കെ ആയിട്ട് ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവരൊക്കെ കുറച്ച് ആൾക്കാർ പർച്ചേസ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ അതിൻ്റെ കാര്യങ്ങളും ഒക്കെ ആയിട്ട് ബിസി ആവുന്നതുകൊണ്ടാണ് ഞാൻ വീഡിയോ റെഗുലറായിട്ട് ഇടാൻ പറ്റാത്തത്. എന്നാലും ഞാൻ മാക്സിമം ട്രൈ ചെയ്യുന്നുണ്ട് ആ ഒരു കൺസിസ്റ്റൻസി മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി. എന്തായാലും ഞാൻ ട്രൈ ചെയ്യാം. നിങ്ങൾ എന്നെ ഇങ്ങനെ തന്നെ സപ്പോർട്ട് ചെയ്യുന്നതിന് നന്ദി. അപ്പം നമുക്ക് ഇന്നത്തെ വ്ളോഗിലേക്ക് കടക്കാം. ഗൈസ്, ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഞാൻ ഈ മാസം ലാസ്റ്റ് നാട്ടിൽ പോകുന്നുണ്ട്. അതായത് 27th പോകുന്നത്. അപ്പം നെക്സ്റ്റ് മന്ത് ആണ് ലീവ് എടുത്തേക്കുന്നത്. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഈ മാസം കൂടി എനിക്ക് ലീവ് എടുക്കേണ്ടി വന്നു. അത് എന്താന്ന് ചോദിച്ചാൽ, എൻ്റെ കൂടെ ഇവിടെ നിൽക്കുന്ന ചേച്ചി ഉണ്ടായിരുന്നു. ലൈക്ക് പിള്ളേരെ നോക്കാൻ വേണ്ടി ഞങ്ങളൊരു ചേച്ചിയെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പം ആ ചേച്ചി നാട്ടിൽ പോയി. അപ്പം പിള്ളേർ 2 മണിയാകുമ്പോൾ സ്കൂളിൽ നിന്ന് വരും. അപ്പോൾ വീട്ടിലാരും ഇല്ല. അതുകൊണ്ട് എനിക്ക് ഈ മാസം കൂടി ലീവ് എടുക്കേണ്ടി വന്നു. വർക്ക് ഫ്രം ഹോം ചെയ്യുന്നില്ല, പക്ഷേ കൈൻഡ് ഓഫ് വർക്ക് ഫ്രം ഹോം ആണ്. ലൈക്ക് എനിക്ക് അത്യാവശ്യം എൻ്റെ കാര്യങ്ങൾ വർക്ക് റിലേറ്റഡ് ഞാൻ ചെയ്യുന്നുണ്ട്, അതേ ഉള്ളൂ. അല്ലാതെ ഫുൾ ടൈം വർക്ക് ഫ്രം ഹോം ചെയ്യുന്നില്ല. അപ്പം അങ്ങനെയൊക്കെയാണ് എൻ്റെ കാര്യങ്ങൾ. പിള്ളേരാണെങ്കിൽ രാവിലെ സ്കൂളിൽ പോയി, സുജാൻ ഓഫീസിൽ പോയി. പിള്ളേർക്ക് ഡേവിഡിന് എക്സാം നടക്കുവാണ്. അപ്പം അവന് ഇന്നലെ എക്സാം ഉണ്ടായിരുന്നു, ഇന്നുണ്ട്, ഇനി നാളെ ഒരെണ്ണം കൂടിയുണ്ട്. അങ്ങനെ അവൻ്റെ എക്സാം കഴിയും. പിന്നെ രാവിലെ അവർ പോയി. രാവിലെ അവരുടെ ബ്രേക്ക്ഫാസ്റ്റ് ബ്രെഡും, പിന്നെ ഞാൻ ലിറ്റിൽ ജോയിന്ന് വാങ്ങിക്കുന്നത് ഒരു ചോക്ലേറ്റ് സിറപ്പുണ്ട്. നോട്ട് ചോക്ലേറ്റ് സിറപ്സ്, ചോക്ലേറ്റ് ഹേസൽനട്ട് സ്പ്രെഡ് എന്ന് പറയുന്നത്. അപ്പം ഇതാണ് സംഭവം. നല്ല അടിപൊളി സംഭവമാണ്. അപ്പം നിങ്ങൾക്കൊക്കെ കുട്ടികളുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് കൊടുക്കാവുന്നതാണ്. ഇത് ലൈക്ക് ആർട്ടിഫിഷ്യൽ അങ്ങനെ ലൈക്ക് അങ്ങനത്തെ പാം ഓയിൽ അതൊന്നും ചേർക്കുന്നതല്ല. അപ്പം ഇതിനകത്ത് മില്ലറ്റ്സ്, ജാഗറി, റാഗി, ബാജര അങ്ങനെയൊക്കെ കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ട് ഉണ്ടാക്കുന്ന ഒരു സ്പ്രെഡാണ് ഇത്. അപ്പം ഇത് നിങ്ങൾക്ക് ട്രൈ ചെയ്യാവുന്നതാണ്. ലൈക്ക് യൂഷ്വലി പിള്ളേർക്ക് റൊട്ടിയുടെ കൂടെ ബ്രെഡിൻ്റെ കൂടെ ഒക്കെ ചോക്ലേറ്റ് സിറപ്പ് പരട്ടിയിട്ട് കൊടുക്കുന്നതാണ് ഒട്ടുമിക്ക പിള്ളേർക്ക് താല്പര്യം. അപ്പം നമുക്ക് ഈ ഹെർഷീസും അങ്ങനെയുള്ള സ്പ്രെഡ്സും ഒക്കെ ഒഴിവാക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഗൈസ്, അങ്ങനെയൊക്കെയാണ് എൻ്റെ വിശേഷങ്ങൾ. ഇന്നെന്തായാലും എനിക്ക് വലിയൊരു പണി കിട്ടി. സുചാൻ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു രാവിലെ 9 മണി തൊട്ട് വൈകിട്ട് 6 മണി വരെ വെള്ളം കാണത്തില്ല. ക്ലീനിങ്ങിൻ്റെ എന്തോ ഉണ്ട്, അപ്പം വെള്ളം കാണത്തില്ല. എന്തോ ഞാനത് വിട്ടുപോയി, വെള്ളമൊന്നും പിടിച്ചു വെച്ചില്ല. അപ്പം രാവിലെ ഞാൻ വലിയ പ്ലാനിങ്ങിലായിരുന്നു. മീൻ വറുക്കണം, ഇന്ന് കൂട്ടാൻ വെക്കണം എന്നുള്ളത്. പക്ഷേ വെള്ളം ഇല്ലാത്തതുകൊണ്ട് ഒന്നും നടന്നില്ല. അരി പോലും ഇടാൻ പറ്റിയില്ല. അപ്പോൾ ഇന്ന് ഞാൻ ചപ്പാത്തി ആക്കാമെന്ന് വിചാരിച്ചു ഉച്ചയ്ക്ക്. അപ്പം അങ്ങനെയൊക്കെയാണ്. അപ്പം എന്തായാലും ഞാൻ നിങ്ങളെ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് എന്താണെന്നുള്ള കാണിക്കാം. അപ്പോൾ ഗൈസ്, ഇതാണ് എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ എടുത്തു വെച്ചേക്കുന്നത്. അപ്പം ഞാനിവിടെ 4 ബ്രെഡ് എടുത്തിട്ടുണ്ട്. ഇതാണ് പീനട്ട് ബട്ടർ, പിന്നെ ഏത്തയ്ക്ക. അപ്പം ഇത്രയേ ഉള്ളൂ. ഇത് വെച്ചിട്ടാണ് ഞാൻ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്നത്. അപ്പം ഒന്നുമില്ല സംഭവം. ഈ പീനട്ട് ബട്ടർ ഇതിൻ്റെ ഉള്ളിലോട്ട് നമ്മൾ പുരട്ടി കൊടുക്കുക, സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഇത് സ്ലൈസായിട്ട് മുറിച്ച് ഇതിനകത്ത് വെക്കുക. അത്രേ ഉള്ളൂ സംഭവം. ഇതാണ് എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ്. അപ്പോൾ ഗൈസ്, ഞാൻ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാക്കാം. ഗൈസ്, ഇതാണ് സംഭവം. ഇത് നമ്മൾ ഇങ്ങനെ എടുക്കുക, ഇതുപോലെ പുരട്ടുക.
അപ്പോൾ ഗൈസ് ഇതാണ് സംഭവം. ഇത് ഞാൻ സ്പ്രെഡ് പരട്ടി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ നമ്മുടെ ഏത്തയ്ക്ക നമ്മൾ ഇങ്ങനെ റൗണ്ടായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിങ്ങനെ ഓരോന്നോരോന്ന് ഇതിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ വെക്കണം. ഇത് വളരെ ലൈക്ക് ഏത്തയ്ക്ക ഉള്ളതുകൊണ്ട് ഒരു ഹെൽത്തി ഓപ്ഷനാണ്. പക്ഷേ ഇപ്പം ഞാൻ റീസെൻ്റായിട്ട് കേൾക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഏത്തയ്ക്ക കഴിച്ചാലും നമുക്ക് ഷുഗറൊക്കെ വരുമെന്ന്. അതിൽ എത്രത്തോളം സത്യം ഉണ്ടെന്ന് എനിക്കറിയത്തില്ല. എന്തായാലും എനിക്ക് ഈ ഒരു കോമ്പിനേഷൻ ഇഷ്ടമാണ്. അതുകൊണ്ടാണ് ഞാൻ ബ്രെഡ് ഉള്ളപ്പോഴൊക്കെ ഞാൻ ഇങ്ങനെയാണ് കഴിക്കുന്നത്. അപ്പോൾ ഗൈസ് ഞാൻ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ട് വരാം. ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞു. ഇനി അടുത്ത പരിപാടി എന്ന് വെച്ചാൽ നമുക്കിവിടെ കുറച്ച് പുതിയ ആൾക്കാരുണ്ട്, നിങ്ങൾ പരിചയപ്പെടാത്ത പുതിയ ആൾക്കാർ. അവരെയൊക്കെ ഞാൻ നിങ്ങളെ ഒന്ന് പരിചയപ്പെടുത്തി തരാം. അപ്പം അതാണ് സംഭവം. അപ്പം അതാരൊക്കെയാണ് നമുക്ക് കാണാം ഗൈസ്. അപ്പം ഇവരൊക്കെയാണ് നമ്മുടെ പുതിയ അതിഥികളല്ല, പുതിയ മെമ്പേഴ്സ്. അപ്പം ഇവരെ ഞാൻ വാങ്ങിച്ചിട്ട് ഇപ്പം കുറച്ച് മാസങ്ങളായി. അപ്പോൾ ഇതെന്നും ഞാൻ നിങ്ങളെ കാണിക്കണം എന്ന് ഓർക്കും, പക്ഷേ പറ്റാറില്ല. അപ്പോൾ ഇന്ന് എന്തായാലും ഈ ഒരു വ്ളോഗിൻ്റെ കൂട്ടത്തിൽ നിങ്ങളെ കാണിക്കാമെന്ന് വെച്ചു. അപ്പോൾ ഇതുങ്ങളിതേ ഒരു സൈഡിലോട്ട് വന്ന് നിൽക്കുന്നത് വേറെ ഒന്നുമല്ല, ഞാനിവിടെ വരുമ്പോഴേ അവർക്കറിയാം അവർക്കുള്ള ഫുഡ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. പക്ഷേ രാവിലെ ഓൾറെഡി അവർക്ക് കൊടുത്തു. അപ്പം ഞാനിവിടെ നിൽക്കുന്നതുകൊണ്ടാണ് എല്ലാവരും ഇവിടെ വന്ന് നിൽക്കുന്നത്. ഈ ഒരു അക്വേറിയം നമ്മൾ ഒരു ഷോപ്പിൽ നിന്നാണ് വാങ്ങിച്ചത്. ഇതിൻ്റെ പുറകെ കാണുന്ന ആ ഒരു ഫോട്ടോ, ആ ഒരു പിക്ചർ, അത് ഈ അക്വേറിയത്തിൽ ഉള്ളതല്ല. അത് പപ്പ ഇവിടെ വിസിറ്റിംഗ് വന്ന സമയത്ത് പ്രിൻ്റ് എടുത്തിട്ട് ഇതിങ്ങനെ ഇതിൻ്റെ ബാക്കിൽ ഇങ്ങനെ ഒട്ടിച്ചേക്കുവാണ്. എന്തായാലും നല്ല ഭംഗിയാണ് അത് കാണാൻ. കണ്ടോ, പ്ലെയിൻ ഗ്ലാസ് കാണുന്നതിനെക്കാട്ടിലും ഒരു പുറയിലൊരു ഇങ്ങനെ പിക്ചർ കാണുന്ന നല്ല ഭംഗിയുണ്ട്. അപ്പം ഇത് കൂടാതെ നമുക്ക് വേറൊരാളൂടെ ഉണ്ട്. അപ്പം ഇതാണ് നമ്മുടെ ഷാഡോ. അപ്പം ഡേവിഡാണ് ഷാഡോ എന്ന് പറഞ്ഞ് പേരിട്ട്. ആക്ച്വലി ഇതല്ലായിരുന്നു ഷാഡോ, നമുക്ക് വേറൊരു ഫിഷും കൂടി ഉണ്ടായിരുന്നു, വേറൊരു ഫൈറ്റർ ഫിഷ് ഉണ്ടായിരുന്നു. ഡേവിഡിൻ്റെ ബർത്ത്ഡേക്ക് സാനിയ അവന് ഗിഫ്റ്റ് കൊടുത്ത് ഒരു ഷാഡോ ഫിഷ് ഉണ്ടായിരുന്നു. ഏകദേശം ഇതേ കളറായിരുന്നു, റെഡ് അല്ലായിരുന്നു, ഒരു ബ്ലൂ കളറായിരുന്നു, ഡാർക്ക് ബ്ലൂ, അതേപോലത്തെ ഒരു കളറായിരുന്നു. അപ്പം അതെന്തോ മരിച്ചു പോയി. അപ്പം എനിക്ക് ഈ ഫിഷിനെ പറ്റിയൊന്നും അധികം നോളേജ് ഇല്ലായിരുന്നു. അപ്പം അത് പെട്ടെന്ന് മരിച്ചു പോയി. അത് കഴിഞ്ഞിട്ട് നമ്മൾ രണ്ടാമത് വാങ്ങിച്ച ഒരു ഫൈറ്റർ ഫിഷാണ് ഇത്. ഞാനിതിൻ്റെ ബാംബൂ പ്ലാന്റ്സ് ഉണ്ട്, അതിൻ്റെ ഒരു ബോട്ടിലാണ്, ഗ്ലാസ്സിലാണ് ഞാൻ ഇതിനെ ഇട്ടേക്കുന്നത്. അപ്പോൾ ഇതിൻ്റെയും പേര് ഞങ്ങൾ ഷാഡോ എന്നാണ് ഇട്ടേക്കുന്നത്. ഇതും അതേപോലെയാണ്, ഞാൻ വരുമ്പോഴേ അതിനറിയാം. അപ്പോൾ ഇതിനും ഞാൻ ഫുഡ് രാവിലെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം അതും ഫുഡ് കഴിച്ചിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പം നമ്മുടെ വേറെ കുറച്ച് ആൾക്കാരുണ്ട്, അവരെയും കൂടി ഞാൻ നിങ്ങളെ കാണിക്കാം. അപ്പോൾ ഗൈസ് ഇതാണ് നമ്മുടെ മറ്റു ചില ആൾക്കാരുകൾ. അപ്പം ഇടയ്ക്കൊക്കെ എൻ്റെ ഫോട്ടോയിൽ വീഡിയോസിൽ നിങ്ങളിത് കണ്ടു കാണും. അപ്പം ഞാൻ എനിക്ക് ഈ ഒരു കഴിഞ്ഞ ഒരു കുറച്ച് സമയമായിട്ട് ചെടികളോടും ഫിഷുകളോടും വലിയൊരു താല്പര്യം തോന്നി തുടങ്ങിയത്. എനിക്ക് ഇതിനെപ്പറ്റി വലിയ നോളേജസ് ഒന്നും ഇല്ല, എന്നാൽ പോലും ഞാൻ ഇങ്ങനെ ഒരു ഇഷ്ടം കൊണ്ട് കുറച്ച് ചെടികളൊക്കെ വാങ്ങിച്ചതാണ്. ഇത് നമ്മുടെ പീസ് ലില്ലിയാണ്. ഇതിലിപ്പോൾ പൂവൊന്നുമില്ല, പക്ഷേ നല്ല പൂക്കളുണ്ടായിരുന്നു. ഇത് നമ്മുടെ ബാംബു ആണ്. ഇത് വേറെ ഒരു ചെടി, എല്ലാത്തിൻ്റെ പേരൊന്നും എനിക്കറിയില്ല. ഇതും അതേപോലെ ചെറിയൊരു പീസ് ലില്ലി. ഇവിടെ ഒരു പീസ് ലില്ലി ഉണ്ട്. പിന്നെ ഇത് നമ്മുടെ ആന്തൂറിയം, പിന്നെ മണി പ്ലാന്റ്, പിന്നെ ഇത് നമ്മുടെ എന്താ പറയുക സ്നേക്ക് പ്ലാന്റ്. അങ്ങനെ കുറച്ച് ചെടികളൊക്കെയാണ്. ചിലതിൻ്റെ ഒന്നും പേര് എനിക്കറിയില്ല. പക്ഷെ എന്തോ എനിക്ക് ചെടികളോടൊക്കെ ഇപ്പം വലിയൊരു താല്പര്യമുണ്ട്. ഇത് മഞ്ഞയായി ലീവ്സൊക്കെ. അപ്പം ആദ്യം കുറച്ച് ചെടികൾ വാങ്ങിച്ചായിരുന്നു, അതൊക്കെ അഴുക്കായിപ്പോയി, ചീത്തയായിപ്പോയി. എന്താണെന്ന് വെച്ചാൽ എനിക്ക് അതിനെപ്പറ്റി വലിയ നോളജ് ഇല്ലാത്തതുകൊണ്ട് എനിക്ക് അതിനെ എങ്ങനെ ശുശ്രൂഷിക്കണം എന്നറിയത്തില്ലായിരുന്നു. അതുകൊണ്ട് പിന്നെ ചെറിയ ചെറിയ ഓരോരുത്തരോട് ചോദിച്ച് മനസ്സിലാക്കിയാണ് ഇപ്പോൾ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ ഇത്രയും പ്ലാന്റ്സ് ഉണ്ട് എനിക്ക്. ഇത് കൂടാതെ ഇവിടെ ഒരു മണി പ്ലാന്റ് ഞാൻ വെച്ചിട്ടുണ്ട്. പിന്നെ ഈ ഒരു സംഭവം
അതായത് ഇതിൻ്റെ ഈ മണി പ്ലാന്റ് വെച്ചേക്കുന്ന ഈ ഒരു സംഭവം ഇത് പ്ലാസ്റ്റിക് ആണ്, ഗ്ലാസ് അല്ല. ഇത് ഞാൻ വാങ്ങിച്ചേക്കുന്നത് തേമുയിൽ നിന്നാണ്. ഇപ്പം നല്ലൊരു ഓഫർ ഉണ്ടായിരുന്നു. അങ്ങനെ എനിക്കിങ്ങനെ ഇഷ്ടപ്പെട്ട് ഒരെണ്ണം വാങ്ങിച്ചതാണ് ചെക്ക് ചെയ്യാൻ വേണ്ടി എങ്ങനെയാണെന്ന്. ഇനിയും ഞാൻ 2-3 കൂടി വാങ്ങിക്കാൻ പ്ലാൻ ഇട്ടിട്ടുണ്ട്. പിന്നെ ഈ ഒരു സ്റ്റാൻഡ് ഞാൻ ആമസോണിൽ നിന്നാണ് വാങ്ങിച്ചത്. എൻ്റെ കൂട്ടത്തിൽ ഈ ലൈറ്റ് ഉണ്ട്. ലൈറ്റ് നിങ്ങളെ ഇട്ട് കാണിക്കാം. സി, ഇങ്ങനെ ലൈറ്റ് ഉണ്ട്. ഇവിടെയും 2 ലൈറ്റ്. പിന്നെ ഈ താഴെയും അങ്ങനെ മൊത്തത്തിൽ 4 ലൈറ്റ് നമുക്ക് കിട്ടും. പിന്നെ ഇതിൽ തന്നെ നമുക്ക് ലൈറ്റിൻ്റെ മോഡ് സെറ്റ് ചെയ്യാൻ പറ്റും. കണ്ടോ, ഇവിടെ ഒന്ന് ഓഫ് ചെയ്ത് ഒന്ന് ഓണാക്കാം, അങ്ങനെയൊക്കെ ഉണ്ട്. പിന്നെ നമുക്ക് ലൈറ്റ് കൂട്ടുകയും കുറയ്ക്കുകയും ഒക്കെ ചെയ്യാം. അപ്പം അങ്ങനെ അതിന് കുറച്ച് സെറ്റപ്സ് ഉണ്ട്. അപ്പം ഇത് കൂടാതെ നമുക്ക് ഇവിടെ ഒരു കുഞ്ഞ് പ്ലാന്റ് ഉണ്ട്. ഇത് കാക്ടസ് ആണ്. പിന്നെ ഇത് നമ്മുടെ ബോൺസായി. ഇതെനിക്ക് ഗിഫ്റ്റ് കിട്ടിയതാണ്. എൻ്റെ കലീഗ് നല്ലൊരു ഫ്രണ്ട് എനിക്ക് ഗിഫ്റ്റ് ചെയ്തതാണ്. നിഷാന്ന് ആണ് ആളുടെ പേര്. അപ്പം എനിക്ക് ഗിഫ്റ്റായിട്ട് തന്നതാണ്. ഇതും നല്ലതായിട്ട് നിൽക്കുന്നു. ഇതുകൂടാതെ നമുക്ക് പുറത്ത് കുറച്ച് പ്ലാന്റ്സ് ഉണ്ട്. കടാ, ഇതാണ് നമ്മുടെ പുറത്തുള്ള പ്ലാന്റ്സ്. ഇത് നമ്മുടെ കടലാസ് ചെടി, എന്താണ് ബോഗൺവില്ല കടലാസ് ചെടി. അതേപോലെ അവിടെയും വേറെ ഒരു മഞ്ഞ കളറുടെ ഉണ്ടായിരുന്നു, അതിൽ പൂവൊന്നുമില്ല. പിന്നെ ഇത് നമ്മുടെ എന്താ പറയുക, ഇതിൻ്റെ പേര് പനിക്കൊക്കെ കഴിക്കുന്ന പനിക്കൂർക്ക എന്നാണ് ഇതിൻ്റെ പേര്. എനിക്കൊരു മുളകുണ്ടായിരുന്നു, അത് പക്ഷേ ചൂടുകൊണ്ടാണോ എന്നറിയില്ല, കരിഞ്ഞ് വരുന്നുണ്ട്. പിന്നെ ഇവിടെ 10 മണി. ഇതിലും ഇപ്പം പൂവൊന്നുമില്ല, പക്ഷേ കുറച്ച് മുമ്പേ ആ തണുപ്പുണ്ടായിരുന്ന സമയത്ത് നല്ലപോലെ പൂവായിട്ട് നിന്നതാണ്. അപ്പം ഇത്രയും ചെടികളാണ് വെളിയിലുള്ളത്. ഇത് കൂടാതെ എനിക്ക് പിന്നെ ഇത് ഞാൻ നിങ്ങളെ കാണിച്ചല്ലോ, ഇത് ബാംബു ആണ്, വെള്ളത്തിടുന്ന ബാംബു. അപ്പം ഇതൊരു ടൈപ്പ്, മൊത്തത്തിൽ 3 ബാംബു ഉണ്ട് എനിക്ക്. പിന്നെ ഇവിടെ ഒരു ചെടിയുണ്ട്. ഇവിടെ വെള്ളത്തിൽ ഇടുന്ന ഒരു മണി പ്ലാന്റ് ഉണ്ട്, അല്ലാതെ മണി പ്ലാന്റ് ഉണ്ട്. അങ്ങനെ ഇവിടെ മൊത്തത്തിൽ മണി പ്ലാന്റ് ആണ്. അപ്പം ഇത്രയും ചെടികളൊക്കെയാണ് ഗൈസ് എനിക്കുള്ളത്. പിന്നെ നിങ്ങൾക്ക് കാണാമെന്ന് എനിക്കറിയില്ല, എൻ്റെ പാത്രം കൂടി കിടക്കുന്നുണ്ടോ. അപ്പം വെള്ളം ഇല്ലാത്തതുകൊണ്ട് കഴുകാൻ കിടക്കുകയാണ്, ഒന്നും കഴുകിയിട്ടില്ല. ഇനി നമുക്ക് കുറച്ച് ക്ലീനിങ് ഉണ്ട്. ലൈക്ക് ഇവിടെ തൂക്കുകയൊക്കെ ചെയ്യണം, ഫുള്ള് അഴുക്കായിട്ട് കിടക്കുകയാണ്. അപ്പം ഇപ്പം പിള്ളേരുള്ളവരൊക്കെ നിങ്ങൾക്ക് അറിയാം, പിള്ളേരുള്ളിടത്തൊക്കെ എന്നും നമ്മൾ ക്ലീൻ ചെയ്യണം. ലൈക്ക് എന്തെങ്കിലുമൊക്കെ ഇതിലെ വലിച്ചു വാരി ഇടും. അപ്പം ഇവിടെ മൊത്തം അഴുക്കായിട്ട് കിടക്കുവാണ്. അപ്പം ഞാനിവിടെ ഇനിയും ക്ലീനിങ് ഒക്കെ ചെയ്യാൻ പോവുകയാണ്. അത് കഴിഞ്ഞിട്ട് നമുക്ക് നമ്മുടെ ലഞ്ച് ഉണ്ടാക്കണം. അപ്പം ലഞ്ച് ഞാൻ ചപ്പാത്തി ഉണ്ടാക്കാനാണ്. പിള്ളേർക്ക് ഞാൻ ആലു പറാഠ ഉണ്ടാക്കാമെന്ന് ഓർത്തിരിക്കുകയാണ്. അപ്പം അത് ആലൂടെ സ്റ്റഫിങ് ഞാൻ പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം നമ്മുടെ ആട്ട കുഴയ്ക്കണം. പിന്നെ എനിക്ക് സുച്ചാന് ഉച്ചയ്ക്ക് അവിടെ നിന്ന് കഴിച്ചിട്ടേ വരത്തുള്ളൂ. അപ്പം സുച്ചാന് ലഞ്ച് വേണ്ട. ഇപ്പോൾ പിള്ളേർക്ക് വേണ്ടി ഞാൻ ആലു പറാഠയാണ് ഉണ്ടാക്കുന്നത്. പിന്നെ എനിക്ക് ഇന്നലെ ഞങ്ങൾ വൈറ്റ് റൊട്ടിയോട് പനീർ കറിയായിരുന്നു ഉണ്ടാക്കിയത്. അപ്പം ആ പനീർ കറി ശകലം ഇരിപ്പുണ്ട്. അപ്പം ഞാൻ ചപ്പാത്തിയും പനീർ കറി കഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പം ഞാനിവിടെയൊക്കെ ക്ലീൻ ചെയ്തിട്ട് വന്നിട്ട് ബാക്കി നമുക്ക് സംസാരിക്കാം. നമ്മുടെ ക്ലീനിങ് ഒക്കെ കഴിഞ്ഞു. ഇനി നമുക്ക് ലഞ്ചിനുള്ള പരിപാടി നോക്കണം. അപ്പം ആട്ട ഇരിപ്പില്ല, കുഴച്ചതിരിപ്പില്ല. അപ്പം എനിക്ക് ആട്ട കുഴയ്ക്കണം. അപ്പം ഞാൻ ആട്ട കുഴയ്ക്കാൻ പോവാം. അപ്പം ഞാൻ ആട്ടപ്പൊടി എടുത്തിട്ടുണ്ട്. ഇതിനകത്ത് ശകല ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതാണ് ഇതിനകത്ത് സ്പെഷ്യലായിട്ട് ഞാൻ ചേർക്കാൻ പോകുന്നത്. ഇതൊന്നുമില്ല, നട്ട്സ് പൗഡറാണ്. കാരണം ഞാൻ പിള്ളേർക്ക് വേണ്ടി റൊട്ടി ഉണ്ടാക്കുന്നതുകൊണ്ടാണ് ഇതിനകത്ത് നട്ട്സ് പൗഡർ ഇടും. അല്ലാതെ പിള്ളേർ നട്ട്സ് കഴിക്കാറില്ല.
അപ്പം ഇതിങ്ങനെ പൊടിച്ചിട്ട് നമ്മൾ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ പിള്ളേർ അറിയില്ല. അപ്പം അതിൻ്റെ ബെനിഫിറ്റൊക്കെ ഉള്ളിൽ ചെല്ലുകയും ചെയ്യും. അപ്പം ഞാനിത് ഇങ്ങനെ പൊടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പം ഇതൊന്നും ഇല്ല, എല്ലാ നട്ട്സും കൂടി നിങ്ങളുടെ കയ്യിൽ ആവശ്യമുള്ള ഉള്ളത് എല്ലാ നട്ട്സും കൂടി, അതായത് ഞാൻ ബദാം എടുത്തിട്ടുണ്ട്, കാഷ്യൂ എടുത്തിട്ടുണ്ട്, വാൾനട്ട് എടുത്തിട്ടുണ്ട്, പിന്നെ നമ്മുടെ പംകിൻ സീഡ്സ് എടുത്തിട്ടുണ്ട്, പിന്നെ മഖനി എന്ന് പറയുന്നത് അതായത് ലോട്ടസ് സീഡ്സ് അതെടുത്തിട്ടുണ്ട്. അപ്പം ഇതെല്ലാം കൂടി നമ്മൾ ഒന്ന് റോസ്റ്റ് ചെയ്തെടുത്തിട്ട് ഓരോന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. എന്നിട്ട് റോസ്റ്റ് ചെയ്തിട്ട് അതിൻ്റെ ചൂടൊന്ന് ആറി കഴിയുമ്പോഴത്തേക്ക് മിക്സിയിലിട്ടിട്ട് പൊടിച്ചെടുക്കുക. അത്രേ ഉള്ളൂ സംഭവം. നിങ്ങളുടെ പിന്നെ മറ്റേ കുങ്കുമം ഇരിപ്പുണ്ടെങ്കിൽ, കുങ്കുമം അല്ലല്ലോ, എന്താ ഇനി പറയാ, സോറി പേര് മറന്നുപോയി, ഒരു ചുമന്ന കളറുടെ മറ്റേ നീളമുള്ള വടിവുള്ള സാധനം പേരറിയാമെങ്കിൽ നിങ്ങൾ കമൻറ്റ് അടിക്കുക. എനിക്കറിയായിരുന്നു, പക്ഷെ പെട്ടെന്ന് ഞാൻ മറന്നുപോയി. എന്തോ ഒരു സാധനം അത് ഉണ്ടെങ്കിൽ അതും കൂടി ഈ പൊടിച്ച് വെച്ചിട്ട് നമ്മൾ ഒരു ടിന്നിൽ, ഇതുപോലെ ഗ്ലാസ് ടിന്നിൽ വെക്കുക, പ്ലാസ്റ്റിക് ഉപയോഗിക്കാതിരിക്കുക. അപ്പോൾ ഗ്ലാസ് ടിന്നിൽ എയർ ടൈറ്റ് കണ്ടെയ്നറിൽ പൊടിച്ചതെല്ലാം കൂടി ഇട്ടിട്ട് അതിലേക്ക് ഞാൻ പറഞ്ഞ മറ്റേ സംഭവം കൂടി ഇട്ടിട്ട് ഒരു 3 ഇട്ടിട്ട് ക്ലോസ് ചെയ്ത് ഫ്രിഡ്ജ് വെക്കണം. ഫ്രീസറിലല്ല, താഴെ ഫ്രിഡ്ജ് വെച്ചാൽ മതി. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കുക, ഇത് പൊടിക്കുമ്പം അങ്ങ് ഒരുപാട് അങ്ങ് അരക്കല്ല്, ലൈക്ക് ഒന്ന് ചെറുതായിട്ട് ഇങ്ങനെ പൊടിച്ച് ഇങ്ങനെ പൊടി രൂപത്തിൽ തന്നെ വരണം. അരഞ്ഞു പോവല്ലോ, നമ്മളിങ്ങനെ മിക്സിയിൽ ഇങ്ങനെ അടിക്കുമ്പോഴത്തേക്കില്ല, ചില സമയത്ത് നമ്മൾ ഒത്തിരി നേരം വെക്കുവാണെങ്കിൽ അങ്ങ് അരഞ്ഞു പോവും. അപ്പോൾ ആ ഒരു പരുവത്തിലാവല്ലോ, പൊടി പരുവത്തിലാവും. അപ്പോൾ അതൊന്ന് സൂക്ഷിക്കണം. അതൊന്നുമില്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ പൊടി. ഇനി നമുക്ക് ഈ പൊടിയും കൂടി ഞാൻ 1.5 സ്പൂൺ ഇട്ടിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇച്ചിരി എണ്ണ ഒഴിച്ചു കൊടുക്കുക. എണ്ണ ഒരു മയത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. നമുക്ക് കുഴയ്ക്കാനൊക്കെ ഒരു മയം കിട്ടും. അപ്പം ഇതെല്ലാം കൂടി യോജിപ്പിക്കുക. ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കുക. നിങ്ങൾക്ക് ആട്ട കുഴയ്ക്കാൻ അറിയില്ലെന്നല്ല, ഞാൻ ആട്ട കുഴയ്ക്കുന്നത് നിങ്ങളെ ഞാൻ കാണിക്കുന്നതേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. അപ്പം ഇതിങ്ങനെ കുഴച്ച് വെച്ചിട്ട് നമുക്ക് ഞാൻ ഇതൊന്ന് കുഴച്ച് വെച്ചിട്ട് വരാം. ഗൈസ്, അപ്പം ആട്ട നമ്മുടെ റെഡിയാണ്. കണ്ടു, നല്ല സോഫ്റ്റാണ്, കുഴിയുള്ളുന്നുണ്ട്. അപ്പം ഇതാണ് നമ്മൾ എണ്ണ ഇട്ട് കുഴച്ചാൽ ഉള്ള ഒരു ബെനിഫിറ്റ്. നമുക്ക് ഇത്ര സോഫ്റ്റ് ആയിട്ടുള്ള ആട്ട കിട്ടും. ഇനി നമ്മുടെ പറാട്ട ഉണ്ടാക്കാൻ നമുക്ക് കിടക്കാം. അപ്പം എൻ്റെ പൊട്ടാറ്റോ സ്റ്റഫിങ് ഇവിടെ ഉണ്ട്. അപ്പം ഇതാണ് പൊട്ടാറ്റോ സ്റ്റഫിങ്. അപ്പം നമുക്ക് പറാട്ട ഉണ്ടാക്കാം. സംഭവം എളുപ്പമാണ്. അതായത് റൊട്ടി നമ്മൾ പരത്തുന്നതിൻ്റെ കൂട്ട് ഒരു ശകലം പരത്തുക, അതിൻ്റെ ഉള്ളിൽ ഈ സ്റ്റഫിങ് വെക്കുക, പിന്നെ അതെല്ലാം കൂടി ഇങ്ങനെ ചുരുട്ടി വെക്കുക. ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. അപ്പോൾ നമ്മളിങ്ങനെ ചപ്പാത്തി പരത്താൻ വേണ്ടി ഇങ്ങനെ എടുക്കുക. അതെ, ഈ ഒരു വലുപ്പത്തിലായി കഴിയുമ്പോഴത്തേക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് ആ ഒരു സ്റ്റഫിങ് ഇട്ട് കൊടുക്കണം. ഒരു ചെറിയ ബോൾ പോലെ ആക്കിയിട്ട് ഇങ്ങനെ വെച്ച് പ്രസ് ചെയ്യണം. എന്നിട്ട് ഇതിങ്ങനെ ജോയിൻ്റ് ചെയ്യണം. കണ്ടോ, ഇങ്ങനൊരു പോട്ടലി പോലെ എന്താണിത്, ഇങ്ങനൊരു സംഭവം ഇങ്ങനെല്ലാം കൂടി ചുരുട്ടി ഇങ്ങനെ വെക്കണം. എന്നിട്ട് ഈ ചുരുട്ടിയ പോർഷനെ നമ്മൾ ഇങ്ങനെ താഴ്ത്തി വെക്കണം. എന്നിട്ട് ഇതൊന്ന് പരത്തണം. നമുക്കിനി ആട്ടപ്പൊടി ഇതിനകത്ത് ഡിപ്പ് ചെയ്തിട്ട് നോർമൽ നമ്മൾ ചപ്പാത്തി പരത്തുന്നതിൻ്റെ കൂട്ടങ്ങ് പരത്തുക. പിന്നെ ഇങ്ങനെ പരത്തുമ്പോൾ ഉണ്ടല്ലോ, സൈഡിൽ കൂടി ഇച്ചിരി പൊട്ടാറ്റോ സ്റ്റഫിംഗ് ഒക്കെ ഇങ്ങനെ വെളിയിലോട്ട് വരും. അത് കുഴപ്പമൊന്നുമില്ല. അത് നിങ്ങൾ ഇങ്ങനെ കൈകൊണ്ട് തന്നെ അത് ചേർത്ത് വെച്ച് കൊടുത്ത് പിന്നെ പരത്തുക. അപ്പോൾ ഗൈസ്, നമ്മുടെ പരാഠ ഞാൻ പരത്തി കഴിഞ്ഞിട്ടുണ്ട്.
അപ്പോൾ പരാഠയ്ക്ക് റൗണ്ട് ഷേപ്പൊന്നും ഇല്ല. പിന്നെ എൻ്റെ പിള്ളേരായതുകൊണ്ട് കംപ്ലൈൻ്റ് ഒന്നും പറയത്തില്ല. നമുക്ക് പിള്ളേരെ പറ്റിക്കാൻ പറ്റുന്നതിൻ്റെ കൂട്ട് വേറെ ആരും പറ്റിക്കാൻ പറ്റൂല്ലല്ലോ. അതും ഈ പ്രായത്തിൽ പറ്റിക്കാൻ പറ്റുള്ളൂ. അപ്പം എൻ്റെ പിള്ളേർ ഷേപ്പിലൊന്നും പറയാറില്ല. പക്ഷെ ഡേവിഡ് ഇപ്പോൾ വളർന്ന് വരുന്നോണ്ട് അവനിപ്പം പഴയതുപോലൊന്നും അല്ല. അവനും ഇതൊക്കെ ശ്രദ്ധിക്കാറുണ്ട്, ചില സമയത്തൊക്കെ പറയാറുണ്ട്. ഓക്കെ, എന്നാലും കുഴപ്പമില്ല. ഇപ്പം നമ്മുടെ തവ വെച്ചിട്ടുണ്ട് ഗ്യാസിൽ. അപ്പം അത് നന്നായിട്ട് ചൂടായി കഴിയുമ്പോഴത്തേക്ക് നമുക്കിതെടുത്ത് ഇട്ട് കൊടുക്കും. നമ്മുടെ തവ ചൂടായിട്ടുണ്ട്, നമുക്കിനി ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. പിന്നെ പരാഠ ഉണ്ടാക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, നമ്മൾ എണ്ണ തേച്ച് കൊടുത്ത് 2 സൈഡിലും നല്ലപോലെ തേച്ച് വെച്ച് പെട്ടെന്ന് മറച്ചു വെച്ച് വേണം ഉണ്ടാക്കാൻ. പിന്നെ ഈ എണ്ണ പുരട്ടുന്നതുകൊണ്ട് ഒരു പ്രശ്നം എന്താന്ന് വെച്ചാൽ, നമ്മൾ ഇവിടെയൊക്കെ ആവുമ്പം ഇത് അടച്ച കിച്ചൺ, ഓപ്പൺ വിൻഡോസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് നല്ല പുക വരും. അപ്പം നിങ്ങൾ ഇത് ഓണാക്കാൻ മറക്കല്ല, അല്ലെങ്കിൽ പിന്നെ അലാറം കീന്ന് അലച്ചോണ്ടിരിക്കും. പിന്നെ ഒരു കാര്യം ഗൈസ്, ഞാൻ കോക്കനട്ട് ഓയിലാണ് വെച്ച് ഉണ്ടാക്കുന്നത്. നോർമലി ഞാൻ നമ്മുടെ ഗീ, അമുളിൻ്റെ ഗീ ആണ് ഞാൻ വാങ്ങിക്കുന്നത്. ഇത് ഫുള്ള് ഗാലിയായി കേട്ടോ, കാലിയായി. അപ്പം ഗീ ഇല്ലാത്തോണ്ടാണ് ഞാൻ എണ്ണയിൽ ഉണ്ടാക്കുന്നത്. ഗീയിലുണ്ടാക്കുവാണെങ്കിൽ ഒന്നും കൂടി നല്ല ടേസ്റ്റാണ് പൊറോട്ടയ്ക്ക്. അപ്പം നിങ്ങളുടെ കയ്യിൽ ഗീ ഉണ്ടെങ്കിൽ ഗീ വെച്ച് തന്നെ ഉണ്ടാക്കുക. പറാഠ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ പറാഠ, നല്ല സോഫ്റ്റ് പറാഠയാണ്. അപ്പം ഇത് ഞാൻ പിള്ളേർക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്ത് വെച്ചേക്കുവാണ്. പിന്നെ എൻ്റെ ലഞ്ചെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞല്ലോ, ചപ്പാത്തിയും പിന്നെ നമ്മുടെ ഈ പനീർ കറിയാണ്. ഈ പനീർ കറി ഞാൻ ഇന്നലെ വെച്ചതാണ്. ഇതിപ്പോൾ ചെറിയ ഫ്രിഡ്ജിൽ ഇരിക്കുന്നതുകൊണ്ടാണ് ഇങ്ങനെ കുഴഞ്ഞ പരുവത്തിലിരിക്കുന്നത്. നമ്മളൊന്ന് ചൂടാക്കണം, ഒരു തുള്ളി വെള്ളം ഒഴിച്ച് ചൂടാക്കുമ്പോൾ ചാറ് കൊടുക്കേ ആവും. ഇന്നലെ വെച്ചാണ് പറയുമ്പം നിങ്ങൾ ഓർക്കുമായിരിക്കും, ചിലരെങ്കിലും ഓർക്കുമായിരിക്കും ഞാൻ എന്തൊരു മടിച്ചിയാ എന്നുള്ളത്. പക്ഷേ അങ്ങനെയല്ല കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ ഇന്ന് വെള്ളം ഇല്ലായിരുന്നു. അപ്പം പറാഠയുടെ സ്റ്റഫിങ് എന്തായാലും ഭാഗ്യത്തിന് ഫ്രിഡ്ജിൽ ഇരിപ്പുണ്ടായിരുന്നു ശകലം, ഇന്നലെ വെച്ചതിൻ്റെ. അപ്പം അത് വെച്ച് പിള്ളേർക്കായി. പിന്നെ എനിക്ക് പനീർ കറി ശകലം ഇരിപ്പുണ്ട്, ഇത് വേസ്റ്റ് ആക്കണ്ടായല്ലോ. നമ്മൾ ഇന്നലെ വൈകിട്ട് വെച്ച പനീർ കറിയാണ്, അതുകൊണ്ട് ഞാൻ ചപ്പാത്തിക്ക് ഇത് കഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പം എന്തായാലും ഒരു കാര്യമുണ്ട്, വൈകിട്ട് 6 മണിക്ക് വെള്ളം വരത്തുള്ളൂ എന്ന് പറഞ്ഞു. പക്ഷേ ഇപ്പോൾ എന്തായാലും വെള്ളം വന്നിട്ടുണ്ട്. അപ്പം എനിക്ക് ഇനിയും പിള്ളേർ 1:30 കഴിഞ്ഞു, 2-2:15 ആകുമ്പോഴത്തേക്ക് പിള്ളേർ വരും സ്കൂളിൽ നിന്ന്. അപ്പോൾ അതിന് മുന്നിലായിട്ട് എനിക്ക് ആ പാത്രങ്ങളും ഫുൾ മെസ്സിയായിട്ട് കിടക്കുവാണ്. രാവിലെ തൊട്ടുള്ള പാത്രം കിടപ്പുണ്ട്. അപ്പം അതൊന്ന് ക്ലീൻ ആക്കണം. പിന്നെ പിള്ളേർ വന്നു കഴിഞ്ഞിട്ട് അവരെ കുളിപ്പിക്കണം. പിന്നെ ഡേവിഡിന് നാളെ പരീക്ഷയുണ്ട്, അപ്പം അവനെ പഠിപ്പിക്കണം. അപ്പം അങ്ങനെയൊക്കെ ആയിട്ട് കാര്യങ്ങളൊക്കെ അങ്ങ് പോവും. പിന്നെ ഞാൻ ഇന്ന് ഒന്നും ഉണ്ടാക്കിയില്ലെന്ന് വെച്ചോണ്ട് നിങ്ങളെന്നെ അങ്ങനെ കൊച്ചാക്കല്. ഞാൻ ഉടനെ തന്നെ എൻ്റെ ഫുൾ ഒരു പ്രോപ്പർ ലഞ്ചിൻ്റെ ഒരു വീഡിയോ അധികം താമസിക്കാതെ ഇടുന്നതായിരിക്കും. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും ചെയ്യാൻ മറക്കല്ല്. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യുക. പിന്നെ അതിൻ്റെ അടുത്തൊരു ബെല്ലൈക്കൺ ഉണ്ട്, അതൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എൻ്റെ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. പിന്നെ ഞാൻ പ്രോമിസ് ചെയ്തതിൻ്റെ തൊട്ട് ഞാൻ എപ്പോഴും വന്ന് പ്രോമിസ് ചെയ്യാറുണ്ടെന്ന് എനിക്കറിയാം, ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ഇടുമെന്ന്. പക്ഷേ ഇടാറില്ല, സോറി. പക്ഷേ ഞാൻ ഇടും, കറക്റ്റായിട്ട് ഇടാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പം കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ഇടാൻ ശ്രമിക്കാം.
ഇങ്ങനെ തന്നെ എന്നെ സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ എല്ലാവരുടെ പ്രാർത്ഥന എൻ്റെ കൂടെ വേണം. ഞാൻ തുടങ്ങിയ ചെറിയ ബിസിനസ്സിൻ്റെ കൂടെ വേണം. അപ്പം ഞാൻ പറഞ്ഞല്ലോ, ലക്നവി ചിക്കൻ കറി കുർത്തീസിൻ്റെ ബിസിനസ്, ഓൺലൈൻ ബിസിനസ്സാണ് ഞാൻ തുടങ്ങിയത്. അപ്പോൾ ഇത് ഓൾ ഓവർ UAE ഡെലിവറി ചെയ്യുന്നുണ്ട്. അപ്പം നിങ്ങൾ കാണുന്ന ആർക്കെങ്കിലും ചിക്കൻ കറി കുർത്തി ലവേഴ്സ് ആണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയോ നിങ്ങളുടെ വൈഫിന് വേണ്ടി, സഹോദരിക്ക് വേണ്ടി, ഫ്രണ്ട്സിന് വേണ്ടി, ആർക്കെങ്കിലും വേണ്ടി നിങ്ങൾക്ക് വാങ്ങിക്കണം എന്നുണ്ടെങ്കിൽ, അവർക്കൊക്കെ ഗിഫ്റ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ സ്വന്തമായിട്ട് ഇടണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്നെ കോൺടാക്റ്റ് ചെയ്യുക. ഓൾ ഓവർ UAE ഡെലിവറി ചെയ്യുന്നതായിരിക്കും. ഇപ്പം ലോഞ്ച് ചെയ്തിട്ടില്ല. ഞാൻ ഓഗസ്റ്റ് ഫസ്റ്റ് വീക്ക് ലോഞ്ച് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. എന്നാൽ പോലും നിങ്ങൾ എൻ്റെ കമൻറ്റ് ബോക്സിൽ ആർക്കെങ്കിലും റിക്വയർമെൻറ്റ് UAEയിലുള്ള ആരെങ്കിലും ആണെങ്കിൽ, നിങ്ങൾക്ക് റിക്വയർമെൻ്റ് ഉണ്ട്, എൻ്റെ കമൻറ്റ് ബോക്സിൽ പറയുവാണെങ്കിൽ ഞാൻ എൻ്റെ വാട്സപ്പ് നമ്പർ ഷെയർ ചെയ്യാം, റിനായ കൗച്ചറുടെ. അപ്പോൾ നിങ്ങൾക്ക് എൻക്വയറി ഇടാം. അങ്ങനെ ഞാൻ ഡെലിവറി അറേഞ്ച് ചെയ്യുന്നതായിരിക്കും. അപ്പം ഗൈസ്, നമുക്കെല്ലാവർക്കും വീണ്ടും അടുത്ത വ്ലോഗിൽ പെട്ടെന്ന് തന്നെ കാണാം. അതുവരേക്കും ബൈ. ഹായ് ഡേവിഡ്. Hi. ഹൗ വാസ് യുവർ ഡേ? Good. ഹായ് ഡെനു. What I do? ഹൗ വാസ് യുവർ എക്സാം? Nice. Nice? You Yeah. wrote everything? Yeah. Nice. Mama, what are you doing? I'm just taking a vlog. It's a vlog. Daily vlog. Daily vlog.